guys, I'm back with Onam Part 2 vlog guys. അങ്ങനെ ഓണത്തിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം റൂമിലെത്തി ദെൻ വി സ്റ്റാർട്ട് വിത്ത് അവർ മേക്കപ്പ്. അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് സ്നേഹയ്ക്ക് ഒരുക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ മേക്കപ്പ് തുടങ്ങാമെന്ന് കരുതി എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അങ്ങനെ എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേർപ്പധികമായതുകൊണ്ട് തന്നെ അതധികം നേരം ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല, പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ നിന്നൊരു വിളി വന്നു. നമ്മൾ ക്ലാസ്സിലോട്ട് പോയി പൂക്കളം ഇട്ടതിൻ്റെ വാഴയില പെടന്ന് വീണ് അത് നമ്മൾ സെറ്റാക്കി. ഇനി നേരെ നമ്മൾ സെലിബ്രേഷനിലോട്ട് പോവാണ്. നേരത്തെ പോകാൻ പറഞ്ഞിട്ട് നമ്മൾ വളരെ എത്തിയിട്ടുണ്ട് ഗൈസ്. 8:30 നടക്കുന്ന പ്രോഗ്രാം 10 മണിയായി. നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഓൺ ദ വേ ഗൈസ്. ചെണ്ടമേളം തുടങ്ങി. നല്ല വെയിലും ഉണ്ട്. ഇന്ന് അവിടെ ചെന്ന് കറുത്ത് കാക്ക നടക്കാവും. പക്ഷെ നല്ല രസമില്ലേ? ഓക്കെ, യെസ്. അതൊരു സ്നേഹ പവിത്രതയുടെ ആഘോഷം, സ്ത്രീ ശക്തിയുടെ ആത്മവീര്യം, ഭക്തി. ഹോസ്റ്റലിൽ അവിടെ നിന്ന് ചെണ്ട കൊട്ടി കയറുന്നതായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം. പക്ഷെ നമുക്കത് മിസ്സായി. നമ്മൾ പൂക്കളം ഇട്ട് വന്നപ്പോൾ ലേറ്റായി. പിന്നെ റെഡിയായി എത്തിയപ്പോൾ 10 മണിയായി. പിന്നെ പ്രോഗ്രാം പതിയെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് തന്നെ തിരുവാതിരയായിരുന്നു. തിരുവാതിര നല്ല രസമുള്ളൊരു തിരുവാതിരയായിരുന്നു. അധികം ആളുകളൊക്കെ നിന്ന് നല്ലൊരു തിരുവാതിര ഉണ്ടായിരുന്നു. അതിനുശേഷം മഴ വരുന്നത് കാരണം നമ്മൾ കുറച്ച് നേരം പ്രോഗ്രാം ഡിലേ ആക്കേണ്ടി വന്നു. പിന്നെ മഴയൊന്നും ആരും ശ്രദ്ധിച്ചില്ല. മഴ തരണം ചെയ്തിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അവിടെ ഫുള്ള്. ആക്ച്വലി ആരാ ഡാൻസ് ചെയ്യുന്നത്, സ്റ്റുഡൻസ് ആരൊക്കെയാണ് പുറത്ത് നിന്ന് കളിക്കുന്നത് ഒന്നും മനസ്സിലാവാത്ത രീതിയിലായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും എനർജിക് ആയിട്ടായിരുന്നു സ്റ്റുഡൻസ് എല്ലാവരും ഉള്ളിൽ കയറി. നല്ലൊരു രസമുള്ളൊരു ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ 4th ഇയേഴ്സിൻ്റെ ഡാൻസാണ് ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരുന്നത്. അത് അടിപൊളി ഡാൻസായിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഇത് നമ്മൾ പുറത്ത് നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തതാണ്. അടിപൊളിയായിരുന്നു ഇത്തവണത്തെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം. സൺഡേ ആയതിൻ്റെ ചെറിയൊരു പ്രശ്നം, സൺഡേ ഒരു ഓഫ് ഡേ ആയിരുന്നല്ലോ. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകണം എന്നുള്ളൊരു മൂഡ് ഓഫ് അത്. ബട്ട് വി എൻജോയ്ഡ് എ ലോട്ട് ഗൈസ്, വി എൻജോയ്ഡ് എ ലോട്ട്. ഈ തവണത്തെ ഓണം ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു കൊള്ളായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ ഇത്ര ഡ്രസ്ഡപ്പൊക്കെ ആയി വന്നതല്ലേ. പിന്നെ അധികം ചൂടും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ മഴയുള്ളൊരു കാലാവസ്ഥ ആയത് കാരണം തന്നെ അധികം വെയിലടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിൻ്റെ ഡാൻസ് ആയിരുന്നു നെക്സ്റ്റ്. അപ്പം തന്നെ ഞാൻ ഫുള്ളി എനർജി എല്ലാം സംഭരിച്ചു ഗൈസ്. നമ്മുടെ ബാച്ചിലർ പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത്. അതും അടിപൊളിയായിരുന്നു. നമ്മളപ്പോൾ തന്നെ വൈബ് അങ്ങോട്ട് വന്നു. നമ്മുടെ സ്വന്തം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഡാൻസ് കളിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബല്ലേ നമുക്ക്. അങ്ങനെ അവരുടെ ഡാൻസ് നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. അവരുടെ റിഹേഴ്സൽ മുതൽ ഞാൻ പോയി കാണുന്ന കാരണം സോ ഐ ക്യാൻ ഫീൽ ദാറ്റ്. അപ്പോൾ അങ്ങനെ നല്ല പൾസുള്ളൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഓണക്കളികൾ തുടങ്ങി. ഓണക്കളികൾ ഫസ്റ്റ് തന്നെ കസേരകളിയായിരുന്നു. കസേരകളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഓടി കുറേ പേരൊക്കെ ഔട്ടായി. ഫസ്റ്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔട്ടായി. എല്ലാവരും പേരെല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും തന്നെ തിരിഞ്ഞു മാറിപ്പോയി. പിന്നെ ഞാനും ഷാനും ആ ഡാൻസിനൊക്കെ തുള്ളാൻ വേണ്ടി പോകണം. പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണം എനിക്കിതിനുള്ള ഒരു ഡാൻസിൻ്റെ ആ സോങ് ആഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. എനിക്ക് ആ സോങ് കൂടി ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല്, ആ പൾസ് മനസ്സിലാവുള്ളൂ. പക്ഷെ അത് ഗൈസ്, അപ്പം നമ്മുടെ കഫറ്റീരിയയിൽ നമുക്ക് സാധനം കിട്ടാത്ത പക്ഷം നമ്മൾ പുറത്തോട്ട് പോവാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും കഴിച്ചു തീർത്തു. ഇന്ന് ഒട്ടുമിക്ക ഹോസ്പിറ്റലിൽ ആരും ഇല്ല. സ്റ്റുഡൻസാണ് അധികം ഉള്ളത്. അതുകൊണ്ട് സ്റ്റുഡൻസ് ഇന്ന് പ്രോഗ്രാമിൽ പോയത് കാരണം ഇവിടെ ആരുമില്ല ഗൈസ്. സോ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പോവാണേ. ആർ യു റെഡി ഗൈസ്? യെസ്. പിന്നെ സ്ഥിരം കഴിക്കുന്ന അവിൽ മിൽക്ക് കഴിക്കാനാണ് ഇത്ര എക്സൈറ്റ്മെന്റ് ഗൈസ്. നമ്മൾ അടുത്ത ഇത് കുടിക്കാൻ വന്നിട്ടാണ്. നമ്മളങ്ങനെ അവിൽ മിൽക്ക് കുടിച്ചു കഴിഞ്ഞു ഗൈസ്.
ഇതിന്റെ സദ്യ, സദ്യയുടെ കൂടെ പായസം, പായസത്തിന്റെ കൂടെ പപ്പടം, പപ്പടത്തിന്റെ കൂടെ പഴം 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 പഴം. ചീമാട്ടി കോൺഫിഡൻസ് ഇല്ലേ? ഇതിന്റെ വ്ലോഗിനെങ്കിലും കോൺഫിഡൻസ് ഉണ്ടോ? മേരി ആർട്ടിസ്റ്റിന് കോൺഫിഡൻസ് ഇല്ലേ? അതിന്റെ പറച്ചിനൊരു കോൺഫിഡൻസ് യെസ്. ഇച്ചിരി പൊടി കൂടി പോയി, അത് സാരമില്ല. അത് നമ്മുടെയാ. നമ്മള് കഷ്ടപ്പെട്ടത്. നമ്മള് 7:40 എത്ര മണിയല്ലയാ 6:45 വരെ മുഖം വരച്ചോണ്ടിരുന്നതാ. നമ്മൾ അത്ര എന്താ ഡീറ്റെയിലിങ് കൊടുത്തതാ. സദ്യ ഗൈസ്, ഇതാണ് നല്ല സദ്യ എന്ന് നമ്മൾ വിചാരിക്കും. നല്ല സദ്യ ഓണത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സദ്യയിലോട്ട് നമ്മൾ വീണ്ടും എത്തി. ആൻഡ് നമ്മൾ നല്ലൊരു സദ്യയായിരുന്നു, നല്ലൊരു സദ്യ നമ്മൾ കഴിച്ചു. ഞാൻ അധികം സദ്യ കഴിക്കുന്ന ആളല്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും അറിയത്തില്ല. ഞാൻ മെയിനായി സദ്യ കഴിക്കാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് ആ പപ്പടം പഴം പായസം ആ മിക്സ് കൂട്ടി കഴിക്കാനാണ് ഞാൻ മെയിനായി സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എല്ലാം വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ബാച്ചിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കുറച്ച് നേരം ശർക്കര വരട്ടിക്ക് വേണ്ടി അടി ഉണ്ടാക്കേണ്ടി വന്നു. എൻ്റെ സാധനം അപ്പുറത്തെ പ്ലേറ്റിലോട്ട് വരുന്നു, അപ്പുറത്തെ പ്ലേറ്റ് സാധനം എൻ്റെ പ്ലേറ്റിലോട്ട് വരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ അടികൾക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് മെയിൻ പാർട്ട് പപ്പടം പഴം പായസം, ഇതായിരുന്നു ദ ഹെവൻലി ഫീൽ ഗൈസ്. ഇത് കഴിച്ച് നമ്മൾ എല്ലാം മടക്കി, ഇന്നത്തെ സദ്യയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എല്ലാം മടക്കി അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ അങ്ങനെ സദ്യ കഴിച്ചു. അറിയില്ല, ഇതൊക്കെ ചുട്ടിയൊക്കെ ഇങ്ങനെയായി. സദ്യയൊക്കെ കഴിച്ചു ഗൈസ്. വി ഹാവ് ഫുഡ്. കൊള്ളായിരുന്നല്ലേ? പായസം എടുത്തിട്ട് എല്ലാവരും പഴം ഇതായിരുന്നു. പപ്പടം. സദ്യ കഴിച്ചതിന് ഹാപ്പി ടമ്മി. ഓക്കെ ഗൈസ്, നമ്മളവിടെ നല്ല ഫുഡ് കഴിച്ച് വി ആർ സോ ഹാപ്പി ഗൈസ് ആഫ്റ്റർ സദ്യ. സഫയ്ക്ക് പ്ലേറ്റ് കൊടുക്കുന്ന അശ്വിനി സിബി എല്ലാവരും വീണ്ടും ഡ്രസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മുകളിലോട്ട് പോകണം. ഞാൻ സഫ ഷീമാട്ടിയുടെ ആഡ് എടുക്കുന്നത്. ഷീമാട്ടി ഓക്കെ ഗൈസ്, ലെറ്റ്സ് സീ. നമ്മളൊക്കെ മുകളിൽ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സെക്കൻഡ് ടൈം റെഡിയായി. ഇപ്പൊ കുറച്ച് ഭംഗിയുണ്ട്. രാവിലെ ഒരുങ്ങിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല, സെക്കൻഡ് ടൈം ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല. കാണാം. ഓക്കെ, ഇതല്ല രസമല്ലേ? പക്ഷെ എൻ്റെ പൊട്ട് മറ്റേത് കാണാനില്ല. ഇതിപ്പോൾ ഒരു ചെറിയ പൊട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല ഗൈസ്. നമ്മളിനി തിരിച്ച് മുകളിലോട്ട് തന്നെ പോവാണ്. അപ്പം നമ്മളെ ഡ്രസ്ഡപ്പ് ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ. സോ നമുക്കിനി മുകളിലോട്ട് പോകാം. കൂടെ ഉള്ളവരുടെ എല്ലാവരും പോയി നമ്മൾ അറ്റൻഡൻസ് എടുക്കുകയാണ്. പെട്ടെന്ന് പോകണം. ഇവിടുന്നൊരു 5-10 മിനിറ്റ് നടക്കണം. എന്നാലും ഞാൻ വീഡിയോ എടുക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ പെട്ടെന്ന് പോട്ടെ കേട്ടോ. ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഹോസ്റ്റലിൽ ആരുമില്ല. എൻ്റെ ചെരിപ്പൊട്ട് പൊട്ടിയും പോയി, ആ ഹീൽസ് പൊട്ടിപ്പോയി. സോ ഞാൻ വേറൊരു ഷൂ ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഞാൻ പെട്ടെന്ന് പോട്ടെ. മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. പെയ്തോ? മഴ പെയ്തിട്ടില്ല. അപ്പോൾ അശ്വിനിയും സ്നേഹം മാധവ നന്ദനയൊക്കെ മുന്നോട്ട് നടന്നു. ഞാൻ ഓടിപ്പോട്ടെ. കുഴപ്പമില്ല, നല്ല രസമില്ലേ? പെട്ടെന്ന് പോട്ടെ കേട്ടോ.
ഗൈസ് മൂഞ്ചി പോയി. ഇവിടെ ഭയങ്കര മഴയായി. ഇനി ഞാൻ എങ്ങനെ മുകളിലെത്താ? മഴ പെയ്യാണ്. ഒറ്റയ്ക്കുള്ളൂ. അവരൊക്കെ മുകളിലെത്തി. കുഴപ്പമില്ല, മഴ തോർന്നവരെ നോക്കിയേക്കാം. മഴ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാന്നല്ലാതെ എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ മലയാളി മംഗ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നോക്കിയേക്കാം. ആക്ച്വലി അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരെന്നെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കും. ഡെഡിക്കേഷൻ, നമ്മൾ വീഡിയോ എടുക്കും. ബോയ്സ് ഹോസ്റ്റലിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മഴ കുറയും വരെ ഞാൻ വെയിറ്റ് ചെയ്ത് വെക്കും. ഓഫ് കോഴ്സ് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്ത് വെക്കും. അവരെന്നെ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. പക്ഷെ ഞാൻ വിട്ടുപിടിക്കില്ല ഗൈസ്. അയ്യോ, അങ്ങനെ മഴ കുറഞ്ഞു. എൻ്റെ ജൈത്രയാത്ര വീണ്ടും തുടങ്ങുന്നു. അവർ MBBS ക്യാൻറ്റീൻ്റെ അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും പോട്ടെ, അവർ മുകളിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞത്. ഞാനും പോട്ടെ. ഇനി ഞാൻ ലേറ്റ് ആയത് ശരിയാവില്ല. ചെണ്ട തുടങ്ങും, ഡാൻസ് കളിക്കണ്ടേ. നമ്മളൊരു ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഗെറ്റ് റെഡി ആയത്. ഓക്കെ, ബൈ. ഉച്ചതിരിക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോഗ്രാം തുടങ്ങിയപ്പോൾ 3-3:30 പിന്നെ ഫാഷൻ ഷോ പോലെ ഒരു റൗണ്ട് വാക്ക് ആയിരുന്നു. എന്തെല്ലാം കാട്ടിക്കൂട്ടിയത് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് അവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എല്ലാ ബാച്ചിലർ സ്റ്റുഡൻസും തമ്മിൽ ഒരു റൗണ്ട് വാക്ക് സെക്ഷൻ, അത് അടിപൊളിയായിരുന്നു. ദെൻ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ഇയേഴ്സിനെയും ഫസ്റ്റ് ഇയേഴ്സിനെയും ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസിലും നമ്മൾ കുറച്ച് നേരം നൃത്തം ആസ്വദിച്ചു. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ റൗണ്ട് വാക്കിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന അത്തപ്പൂക്കളത്തിൻ്റെ റിസൾട്ട് വന്നു ഗൈസ്. ആൻഡ് വി ഗോട്ട് 3rd പ്രൈസ്. പ്രതീക്ഷകൾ എല്ലാം വിപരീതമായി 3rd പ്രൈസ് ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല, 500 രൂപ കിട്ടി. വി ആർ ഹാപ്പി. പിന്നെ ഡാൻസ് തുടങ്ങിയില്ലേ, പിന്നെ ഫുൾ ഡാൻസ് ആയിരുന്നു. പക്ഷേ ഇതിന് മുമ്പത്തെയൊക്കെ ക്ലിപ്സ് ഒന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഗെയിംസും കൂടെ ഉണ്ടായിരുന്നു, അതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ തകർത്ത് ഡാൻസ് ചെയ്യായിരുന്നു ഗൈസ്. അതൊരു അടിപൊളിയാണ്. നമ്മൾ പരിസരം പോലും ശ്രദ്ധിക്കാണ്ടാണ്, ഫുള്ള് ഡാൻസിങ് ആയിരുന്നു. കൊല്ലത്തിലൊരിക്കൽ വരുന്ന ആഘോഷങ്ങൾ നമ്മൾ ഒരിക്കലും വെറുതെ വിടാറില്ല. അത് ഫുൾ നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് കൊടുത്ത് നമ്മൾ ഡാൻസ് ചെയ്ത് ഫുൾ എന്താ ഒരു വൈബായിരുന്നു. ആ ഒരു ടൈം ഉണ്ടല്ലോ, നമുക്ക് ചുറ്റുകളൊന്നും അറിഞ്ഞിട്ടില്ല. എവിടെയാണ് ഫേസല്ല മേക്കപ്പോ എല്ലാം ഒന്നുമില്ല, ഫുള്ള് വേർത്ത് അടിപൊളിയായി ഡാൻസ് കളിച്ചു ഗൈസ്. പിന്നെ ക്ഷീണായി, പിന്നെ വെള്ളം കുടിക്കാൻ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു. നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് പിന്നെ തിരിച്ച് സൂപ്പർ 7 വരെ പോയി. സോറി ഗൈസ്, ആളൊഴിഞ്ഞ പോർക്കളം സീൻ ഇനി നമ്മൾ ഡാൻസ് കഴിഞ്ഞു, പാട്ട് കഴിഞ്ഞു, എന്തൊക്കെയോ കഴിഞ്ഞു, ഒച്ച കുറച്ച് പോയി. വി ആർ സ്റ്റിൽ പവർ ഗൈസ്. ഇനി നമ്മൾ ഡാൻസ് കളിക്കും. ഫോർ ദ നെക്സ്റ്റ് ഡാൻസ് ഗൈസ്, വടംവലി. പിന്നെ എന്നാ സാധനം ഞാൻ ചെണ്ട 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 ചെണ്ടക്ക് ഇനി ആടണം. ചെണ്ടക്കടി പരിപാടി അങ്ങനെ കലാശക്കൊട്ട കഴിഞ്ഞു ഗൈസ്. ചെണ്ടയോട് കൂടി ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചു. ആൻഡ്
തവണത്തെ ഓണം അത് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരടിപൊളി ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ വടംവലിയില്ലായിരുന്നു, അത് മാത്രം ചെറുതായിട്ടൊന്ന് മിസ് ചെയ്തു. റെസ്റ്റ് ഓഫ് ഓൾ ദ പ്രോഗ്രാംസ് അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മുടെ വ്ളോഗ് ഇന്നത്തെ ഇവിടെ കഴിഞ്ഞു. ഇൻട്രോ എടുക്കാത്തൊരു ചെറിയ വ്ളോഗായി പോയി. കാരണം തിരക്കുകൾക്കിടയിൽ ഞാൻ വിചാരിച്ച മോളിൽ ചെന്നിട്ട് നല്ലൊരു സീനിൽ വെച്ചിട്ട് വ്ളോഗിന് ഇൻട്രോ എടുക്കാറ്, പക്ഷെ അത് നടന്നില്ല. പൂക്കളത്തിന്റെ റിസൾട്ട് വന്നു. തേർഡ് പ്രൈസ്. നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ 20% ആയിപ്പോയി. 5% ആയിരുന്നു വേണ്ടേ. അത് കാരണം നമുക്ക് പൂക്കളത്തിൽ തേർഡായി പോയി. 500 രൂപ കിട്ടി. നമ്മൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം നമ്മളത് പിടിക്കും. എന്ത് നെക്സ്റ്റ് ടൈം നമുക്ക് എന്തായാലും ഫസ്റ്റ് ഉണ്ടാവും. എന്തായാലും നമ്മൾ ഫസ്റ്റ് അടിക്കും ഗൈസ്, ഉറപ്പാണ്. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ഇത് അലമ്പാക്കാൻ തോന്നുന്നില്ല. കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. രാവിലെ 5:30 ആയപ്പോൾ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഐറ്റാണ്. നമുക്കങ്ങനെ അലമ്പാക്കാൻ തോന്നുന്നില്ല ഗൈസ്. അശ്വിനി എന്താണ് എല്ലാം പറഞ്ഞട്ടെ. അപ്പോൾ എന്താ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ നമ്മൾ തിരിച്ചിരിക്കാം. പിന്നെ മലരും ശർക്കരയും തേങ്ങ എടുത്തിട്ടിരുന്നു. ഇന്ന് നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. നെക്സ്റ്റ് ഇനി ഓണ സെലിബ്രേഷൻ നെക്സ്റ്റ് ഇയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ പറയാം. ബൈ ബൈ ഗൈസ്.